നിങ്ങൾ ഒരു യന്ത്രത്തിലിരിക്കുകയാണ്. ശേഷം അതിലെ ഒരു വസ്തുവിൽ നിങ്ങൾ കാലമർത്തുന്നു. ഉടൻ തന്നെ 1 ടണ്ണിലധികം ഭാരമുള്ള ആ യന്ത്രം മുന്നോട്ട് പോകുവാൻ തുടങ്ങുന്നു. പുറത്തുനിന്ന് യാതൊരു ബലവും നിങ്ങൾ കൊടുത്തിട്ടില്ല. പുറത്തുനിന്നാകെ നിങ്ങൾ ഉപയോഗിച്ചത് ഒരേ ഒരു ദ്രാവകം. അതെ, പെട്രോൾ. എങ്ങനെയാണ് ആ ദ്രാവകം ഇത്രയും ഭാരമുള്ള ഒരു യന്ത്രത്തെ ഇത്ര വേഗത്തിൽ പറത്താൻ സഹായിക്കുന്നു? ഉത്തരമറിയണമെങ്കിൽ നമ്മൾ 10 കോടി വർഷം പിന്നിലേക്ക് പോകണം. അന്ന് ഭൂമിയിൽ ദിനോസറുകളുടെ യുഗമായിരുന്നു. കരയിൽ ഭീമൻ ദിനോസറുകൾ സഞ്ചരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു ലോകം കടലിന്റെ ആഴങ്ങളിൽ ജീവിച്ചിരുന്നു. കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ. ഓരോ ദിവസവും അവ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ചു. ആ ഊർജം സ്വന്തം ശരീരത്തിൽ സംഭരിച്ചു വെച്ചു. ഓരോ തലമുറയും അങ്ങനെ ജനിച്ചു, അങ്ങനെ മരിച്ചു. വീണ്ടും പുതിയ തലമുറ വന്നു. കോടിക്കണക്കിന് വർഷങ്ങളോളം അതേ കഥ ആവർത്തിച്ചു. മരിച്ച ഓരോ ജീവിയും പതിയെ കടലിന്റെ അടിത്തട്ടിലേക്ക് ഊർന്നിറങ്ങി. അവിടെ അവയുടെ ശരീരങ്ങൾ പാളികളായി അടിഞ്ഞുകൂടി. കാലം അവയെ ചെളികൊണ്ടു മൂടി. പിന്നീട് പാറകൾ. അവരുടെ ആ അവശിഷ്ടം ഒരു പ്രത്യേക ദ്രാവകമായി മാറാൻ തുടങ്ങി. നമ്മളതിനെ ഒരു പേരിട്ട് വിളിക്കാൻ തുടങ്ങി. അതായത് നിങ്ങളുടെ വാഹനത്തിന്റെ ടാങ്കിൽ ഇപ്പോഴുള്ളത് വെറും ഇന്ധനമല്ല. അത് 10 കോടി വർഷം പഴക്കമുള്ള പ്രകൃതിയുടെ ഓർമ്മയാണ്. അപ്പോ എങ്ങനെയാണ് ഈ ദ്രാവകം ഊർജമാകുന്നത്? പെട്രോളിന്റെ ഓരോ തുള്ളിയിലും ഹൈഡ്രജനും കാർബണും ചേർന്ന തന്മാത്രകളുണ്ട്. ആ തന്മാത്രകളുടെ ബന്ധനങ്ങളിലാണ് ഊർജമിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാ ഊർജമെടുക്കും? തീ. ആ ഊർജം പുറത്തേക്ക് വരാനുള്ള വഴി തീയാണ്. പക്ഷേ തീ വാഹനങ്ങളിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോ പെട്രോൾ എങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിനിൽ സിലിണ്ടറുകൾ എന്ന ലോഹക്കുഴലുകളുണ്ട്. ഓരോ സിലിണ്ടറിനുള്ളിലും ഒരു പിസ്റ്റൺ എന്ന ലോഹത്തണ്ടുമുണ്ട്. ഈ പിസ്റ്റനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വസ്തു അതിലുണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ്. ഒരു പ്രത്യേക തരത്തിൽ കറങ്ങാൻ കഴിയുന്ന വസ്തുവാണത്. ഇനി ഇതിലേക്ക് പെട്രോൾ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഈ വാൽവിലൂടെ ഒരു നിശ്ചിത പെട്രോൾ അകത്തേക്ക് കയറുന്നു. സ്വാഭാവികമായും പിസ്റ്റൺ താഴേക്ക് പോകുന്നു. ഉടൻ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നു. ആ സമയം പെട്രോൾ ആ ചുരുങ്ങിയ സ്ഥലത്ത് അമരുവാൻ തുടങ്ങുന്നു. ഇവിടെയാണ് പെട്രോളിന്റെ ഊർജം നാം പുറത്തെടുക്കാൻ പോകുന്നത്, സ്പാർക്ക് പ്ലഗ്. പേര് പോലെ തന്നെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ആ സാഹചര്യത്തിലേക്ക് സ്പാർക്ക് പ്ലഗ് ഒരു തീപ്പൊരിയിടുന്നു. അമർന്നിരുന്ന പെട്രോൾ ഒരു മൈക്രോ സ്ഫോടനത്തിലേക്ക് പോകുന്നു. അതിന്റെ മർദ്ദത്തിൽ പിസ്റ്റൺ താഴേക്ക് പോകുന്നു. ഉടൻ തന്നെ രണ്ടാമത്തെ എക്സോസ്റ്റ് വാൽവ് തുറന്ന് പുക പുറത്തേക്ക് പോകുന്നു. ശേഷം വീണ്ടും പെട്രോൾ അകത്തേക്ക് കയറുന്നു. വീണ്ടും സ്ഫോടനമുണ്ടാക്കുന്നു. പുക പുറത്തേക്ക് പോകുന്നു. ഈ പ്രക്രിയ ആവർത്തിക്കാൻ തുടങ്ങുന്നു, വാഹനം നിർത്തുന്നതുവരെ. നിങ്ങളുടെ എഞ്ചിൻ 3000 RPM കറങ്ങുമ്പോൾ ഓരോ സിലിണ്ടറിലും മിനിറ്റിൽ 1500 സ്ഫോടനങ്ങൾ നടക്കുന്നു. 4 സിലിണ്ടറുള്ള ഒരു കാറിൽ സെക്കൻഡിൽ 100ഓളം സ്ഫോടനങ്ങൾ. അതായത് ബൈക്കിന്റെയോ കാറിന്റെയോ എക്സോസ്റ്റ് പൈപ്പുകളിലുള്ള ചൂടിന്റെ കാരണം അതിന്റെ ഉള്ളിൽ നടക്കുന്ന നാം കാണാത്ത സ്ഫോടനങ്ങളാണ്. ഈ ആശയം ആദ്യമായി വിജയകരമായി പ്രാവർത്തികമാക്കിയത് 1876 നിക്കോളാസ് ഓട്ടോ എന്ന ജർമ്മൻകാരനാണ്. അന്ന് ആ യന്ത്രത്തിന് അവരിട്ട പേര് ഓട്ടോ സൈക്കിൾ എന്നാണ്. 1886 കാൾ ബെൻസ് എന്ന മനുഷ്യൻ ആ എഞ്ചിൻ ഒരു വാഹനത്തിൽ ഘടിപ്പിച്ചു. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ കാർ പിറന്നത്. എന്നാൽ ഈ കഥയിൽ ഒരു രഹസ്യം കൂടിയുണ്ട്. നിങ്ങൾ ഒഴിക്കുന്ന പെട്രോളിന്റെ 70% കാറിനെ നീക്കുന്നില്ല. അത് ചൂടായി നഷ്ടപ്പെടുന്നു. റേഡിയേറ്ററിലൂടെയും സൈലൻസറിലൂടെയും എഞ്ചിന്റെ ലോഹങ്ങളിലൂടെയും. ഏറ്റവും മികച്ച പെട്രോൾ എഞ്ചിനുകൾ പോലും 30% ഊർജം മാത്രമേ ചലനമാക്കി മാറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ലോകം ഇപ്പോൾ പുതിയ വഴികൾ തേടുന്നത്. ഇനി അടുത്ത തവണ നിങ്ങളുടെ വാഹനത്തിൽ കയറുമ്പോൾ ഒന്നോർക്കുക, താക്കോൽ തിരിക്കുന്ന നിമിഷം നിങ്ങൾ ഉണർത്തുന്നത് വെറുമൊരു യന്ത്രമല്ല, പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു മാസ്റ്റർ പീസാണ്.